നമുക്ക് മേജർ പ്ലാന്റുകൾക്ക് ഒരു സക്സസ്ഫുൾ മോഡൽ ഇല്ലാതെ പോയി. പക്ഷേ ഇപ്പം പുതിയ ടെക്നോളജി വന്നിട്ടുണ്ട്. നമുക്ക് വളരെ വേഗത്തിൽ നമുക്ക് നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള മേജർ പ്ലാന്റുകൾ എടുക്കാൻ സാധിക്കും. പക്ഷേ ജനങ്ങൾക്കൊരു വിശ്വാസം വരുന്നില്ല. അതുകൊണ്ട് ഒരു സ്ഥലത്തേക്കും ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിന് ജനങ്ങൾ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഒരു സക്സസ്ഫുൾ മോഡൽ കാണിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തി മാത്രമേ നമുക്ക് മേജർ പ്ലാന്റുകൾ വിജയകരമായിട്ട് നടത്താൻ സാധിക്കൂ. അത് വളരെ വേഗത്തിൽ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. പക്ഷേ അതോടൊപ്പം ഈ ഡീസെൻട്രലൈസ്ഡ് വേസ്റ്റ് മാനേജ്മെന്റ് സ്കീം നമുക്ക് പരമാവധി പ്രോത്സാഹിപ്പിക്കണം. ബയോഗ്യാസും കമ്പോസ്റ്റ് പിന്നെ സംവിധാനങ്ങളുമൊക്കെ വളരെ കൂടുതൽ വ്യാപിപ്പിക്കണം. ഇപ്പം ഇവിടെ കോർപ്പറേഷൻ തന്നെ ഏതാണ്ട് 38,000-ഓളം സ്ഥലത്ത് ബയോഗ്യാസ് ചെറിയ യൂണിറ്റുകൾ വീടുകളിലായി. മറ്റ് മുനിസിപ്പാലിറ്റികളിലും മറ്റ് ഗ്രാമപഞ്ചായത്തുകളിൽ വരെ അത് നടത്തണം. ഇവിടെ ഇപ്പം ഇവിടെ 2 ഖന അടി ഉള്ള ഒരു ബയോഗ്യാസാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ വേസ്റ്റ് സംസ്കരിക്കാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല, വീടുകളിലേക്ക് ഗ്യാസ് കിട്ടുന്നു. അതുപോലെ തന്നെ കൃഷിക്കൊക്കെ ആവശ്യമായിട്ടുള്ള വളം ലഭിക്കുന്നു. അപ്പോൾ ഇതിന് പരമാവധി ഒരു പ്രചരണം കൊടുക്കുകയും അത് ജനങ്ങൾ അത് അംഗീകരിച്ച് അതൊരു നമ്മുടെ ഒരു ശൈലിയായിട്ട് മാറുകയും വേണം. ഇന്നലെ മേയർ ഒരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചു. ഈ ബയോഗ്യാസ് ഉള്ള വീടുകൾക്ക് ഒരു ടാക്സ് എക്സംഷൻ അത് നിശ്ചയമായിട്ടും ഗവൺമെന്റ് ഗൗരവമായിട്ട് ആലോചിക്കും. ബയോഗ്യാസ് യൂണിറ്റുകളുള്ള വീടുകൾക്ക് പിന്നെ ഈ ബിൽഡിംഗ് ടാക്സിന്റെ ഒരു ശതമാനം വെച്ചാൽ ഒരു നിശ്ചിത ശതമാനം ഒരു എക്സംഷൻ കൊടുക്കത്തക്ക വിധത്തിലുള്ള അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാണെങ്കിൽ അതിന് പെർമിസീവ് സാങ്ഷൻ ഗവൺമെന്റ് കൊടുക്കുന്ന കാര്യം വളരെ ഗൗരവമായിട്ട് ആലോചിക്കും. അത് സംബന്ധിച്ച തീരുമാനം ഏറ്റവും വേഗത്തിലെടുക്കും. ഗുരുതരമായ പ്രശ്നമാണ്. ഇതിന് പ്രധാനമായ തടസ്സം ജനങ്ങൾ ഒരു ഭയത്തോടുകൂടി അതിനെ കാണുന്നത്. അതുകൊണ്ട് ഒരിടത്തേക്കും ഈ പ്ലാന്റ് വരുന്നതിനെ അനുകൂലിക്കുന്നില്ല. വെളപ്പിശാലയിലെ അനുഭവം നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. കാരണം കോടതി പറഞ്ഞു, ഗവൺമെന്റ് ആഗ്രഹിച്ചു, കോർപ്പറേഷൻ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. പക്ഷേ ജനങ്ങൾ എന്ത് വില കൊടുത്തു അതിനെ എതിർക്കുന്ന ഒരു നിലപാടാണ്. ഞാൻ അവരെയും കുറ്റം പറയുന്നില്ല. കാരണം അവരുടെ അനുഭവം അതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അവർക്കുണ്ടായ അനുഭവം അതാണ്. ഇന്നിപ്പോൾ അതല്ല സ്ഥിതി. ഇന്നിപ്പോൾ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ഉന്നത നിലവാരം പുലർത്തുന്ന മാലിന്യ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ സാധിക്കും. പുതിയ ടെക്നോളജി വന്നിട്ടുണ്ട്. പക്ഷെ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരമായിട്ടുള്ളത്. ആ ഒരു കടമ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റവും സജീവമായി മുമ്പോട്ട് കൊണ്ടുപോകും. ഇത് എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ഗവൺമെന്റ് മാത്രം പോരാ. എല്ലാ പിന്നെ സാമൂഹ്യ സംഘടനകളും സന്നദ്ധ സംഘടനകളും എല്ലാം ഗവൺമെന്റിനോടൊപ്പം ഈ ഒരു സാഹചര്യം നേരിടുന്നതിന് മുമ്പോട്ട് വരേണ്ടതായിട്ടുണ്ട്.